ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? ഞമ്മക്കും ഇവിടെ സുഖന്യ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഞങ്ങളൊന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാരാരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യും. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി നിങ്ങൾ മറക്കല്ലേ കേട്ടോ. അപ്പം നമ്മൾ വീട്ടിൽ സദ്യ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചേച്ചിമാരൊക്കെ കൂടിയാണ്ടൊരു സദ്യ ഒരുക്കുന്നുണ്ട്. സദ്യ ഒരുക്കാനൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പം അന്ന് തന്നെയായിരുന്നു നമ്മളെ ആനിവേഴ്സറിയും കൂടി. അപ്പം ഞാൻ ആനിവേഴ്സറിൻ്റെ ഒരു കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2000 സബ്സ്ക്രൈബേഴ്സായി. ഇപ്പം നമുക്ക് ഇത്ര പെട്ടെന്ന് 2000 സബ്സ്ക്രൈബേഴ്സ് ആവുന്നൊന്നും കരുതിയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ കേക്കൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കേക്കൊന്നും ഉണ്ടാക്കിയാൽ എല്ലാവർക്കും എത്തിച്ചാൽ നമുക്ക് കഴിയൂല, കുറേ ഉണ്ടാക്കേണ്ടി വരും. അപ്പം ഞാൻ ഒരു സദ്യയാക്കി അയൽവാസികളൊക്കെ ഒന്ന് ക്ഷണിച്ചതാട്ടോ. 2000 സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ സന്തോഷത്തിൽ നമ്മളൊരു സദ്യ ഒരുക്കിയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതിനുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. ചേച്ചിമാരൊക്കെ വന്നിരുന്ന് അരിഞ്ഞ് കേട്ടോ. ഇവർ തന്നെയാണ് നമുക്ക് ഫുള്ളും ഉണ്ടാക്കി തരുന്നത് കേട്ടോ. എല്ലാ വിഭവങ്ങളും ഇവർ തന്നെയാണ് നമുക്ക് ഉണ്ടാക്കി തരുന്നത്. എല്ലാവരും 1 സബ്സ്ക്രൈബേഴ്സ് ആയാൽ കേക്കല്ലേ കട്ട് ചെയ്യൽ. ഞാനൊന്ന് വെറൈറ്റി ആക്കിയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പച്ചക്കറിയൊക്കെ അരിയുന്നുണ്ട്. അവിയലിന് അരിയുന്നുണ്ട്, സാമ്പാറിന് അരിയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കൂട്ടാനുകളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാ അതിൻ്റെ ഒന്നും പേരൊന്നും അറിയില്ല. അങ്ങനെ അവരവിടെ ഇരുന്നിട്ട് പച്ചക്കറിയൊക്കെ അരിയുന്നുണ്ട്. നമ്മൾ അതിൻ്റെ അടുത്ത് ചോറ് തീമട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഊറ്റിയുടെ വെച്ചിട്ടുണ്ട്. പിന്നെ കാബേജ് ഉപ്പേരിയും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ സാമ്പാറിനുള്ള നാളികേരം വറുക്കുകയാണ്. അപ്പോൾ ചേച്ചിമാർ പറഞ്ഞു ഇത് നാളികേരം ചിരകിയിട്ട് അത് വറുത്തോ, ഞങ്ങൾ പച്ചക്കറിയൊക്കെ അരിയുമ്പോക്കിനെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നാളികേരമൊക്കെ ചിരകിയപ്പം അത് വറുക്കാണ് കേട്ടോ. അപ്പോൾ ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് ഉലുവയും കടുകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചിരകി വെച്ച നാളികേരം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നാളികേരം വറുത്ത് കൊണ്ട് വെക്കുമ്പോഴാണ് ചേച്ചി പറഞ്ഞാൽ അതിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കുറച്ച് ഇടണം, അതിട്ടോ എന്ന് ചോദിച്ചത് കേട്ടോ. അപ്പോൾ ഞാനില്ലയെന്ന് പറഞ്ഞ് പോയിക്കാണ്ട് 2 ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനവിടെ നാളികേരം വറുത്ത് കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ചേച്ചി സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് കഴുകി കുടുക്കയിലിട്ടിട്ട് ഇപ്പോൾ അത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നാളികേരം വറുത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ടോ. ഇങ്ങനെ നന്നായിട്ട് ചുവന്ന കളറാവണം കേട്ടോ നാളികേരം വറുക്കുമ്പോൾ. അപ്പോഴാണ് സാമ്പാറിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ചേച്ചി സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തൊക്കെ നോക്കി സാമ്പാർ പൊടിയും അതൊക്കെയുള്ള എല്ലാ ഇതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ കടല വേവിച്ചിരുന്നു കേട്ടോ ചേച്ചി. അത് കൂട്ടുകറിയാണെന്ന് തോന്നുന്നത്. അങ്ങനെ അതൊക്കെയുള്ള കിഴങ്ങും പച്ചക്കായും പച്ചമുളകൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളകും പൊടിയാണ് ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ കുക്കറൊന്ന് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചെടുക്കും. അങ്ങനെ നമ്മളെ സാമ്പാർക്കുള്ള നാളികേരം വറുത്തതൊക്കെ അരച്ച് ചേച്ചി ഇതായി കൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പത്ത് തന്നെ രസം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചേച്ചിമാർ തന്നെയാണ് കേട്ടോ. അപ്പം ഇന്ന് അടുക്കളയിൽ കയ്യേറ്റം. ഇനി നമ്മൾ അടുക്കള ഇവർക്കാണ് വിട്ട് കൊടുത്തേക്കാണ് കേട്ടോ. ഇവരുണ്ടാക്കട്ടെ. ഞാനൊരു ക്യാമറമാനായി ഇങ്ങനെ നിന്ന് കൊടുക്കുകയാണ്. ആ ഉപ്പിന് വേണ്ടി വന്ന് കണ്ട് അത് ചിപ്പോൾ ഓർമ്മ ഉണ്ട്. കഞ്ഞോട് നിർത്ത്, കഞ്ഞിക്ക് ഉപ്പ് കൊണ്ടുവരാൻ മറന്ന്. അങ്ങനെ നമ്മളെ അവിയലും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അവിയൽ നമ്മൾ 2 കുക്കറിലാക്കിയിട്ട് അങ്ങനെ ഗ്യാസുമ്മൽ ഒറ്റ വിസിലടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ചെമ്പട്ടിക്ക് ഇവിടെ മാറ്റി കൊടുത്തിട്ടാണ്. ഇപ്പോൾ ചേച്ചി നാളികേരമൊക്കെ ചിരകി ചതച്ചത് ഇട്ട് മിക്സാക്കി കൊടുക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ നമ്മൾ അവിയലവിടെ റെഡി ആയിട്ടുണ്ട്. റെഡിയായോ രസം? പച്ചക്കറിവും തേങ്ങയും പച്ചമുളകും അരയ്ക്കും. ഇനി വേവിച്ച വെള്ളത്തേക്ക് ഇടല്ലേ? വെള്ളത്തേക്കിട്ട്
ഇതെന്താ വെള്ളരിക്ക? പച്ചടി. പച്ചടി. അങ്ങനത്തെ നമ്മൾ ഒരുവിധം കൂട്ടാനുകളൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയാപ്പിളൊക്കെ അതെല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ പുളിയിഞ്ചി ഉണ്ട് കേട്ടോ. പുളിയിഞ്ചി തലേ ദിവസം ചേച്ചി വൈകുന്നേരം ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ അവിടെ ചേച്ചി പപ്പടം കൂടെ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ അതാ അങ്ങനെ നമ്മളെ ചോർക്കുള്ള കൂട്ടാനുകളൊക്കെ എല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ പായസമാണ് ലാസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പായസം തിളപ്പിക്കാൻ അവിടെ ചെമ്പട്ടിയിൽ വെച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ സാബുനരി ഇതാ അവിടെ വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് സേമിയനും കൂടെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ പപ്പടം പൊരിയും അവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ സാബുനരി അവിടെ വറുത്ത് മാറ്റിയപ്പം അടുപ്പിൽ നല്ല തീ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഗ്യാസ് വന്ന് അടുപ്പിൽ തന്നെ മാറ്റിയിട്ടുണ്ട്. പാല് തിളപ്പിച്ചും കൊണ്ട് നിൽക്കാണ് കേട്ടോ ചേച്ചിമാർ. മിൽക്ക് മേഡ് അതാ നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഏലക്കായ ചതച്ചതും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനത്തെ നമ്മളെല്ലാ വിഭവങ്ങളും റെഡി ആയിപ്പോൾ മക്കളൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. ക്ലാസ്സിൽ കൊടുന്നിക്കങ്ങനെ അങ്ങനത്തെ മക്കൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളും കൂടെ ഒന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ ഞങ്ങളെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫ്രണ്ട്സുകൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് അവർ വിളിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അവരും കൂടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവർക്കും ഉണ്ട് കേട്ടോ ഒരു യൂട്യൂബ് ചാനൽ, ഹന്ന PP എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുമല്ലോ എല്ലാവരും, അതൊന്ന് സെർച്ച് ചെയ്ത് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കിട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് 2000 സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ സന്തോഷം കൂടി ഇതിൽ അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ കൂടെ നിന്ന് നിങ്ങൾക്കും കൂടി ഇതിൽ നന്ദി അറിയിക്കുകയാണ്. ഇനിയും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്.